ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. ഇന്ന് റൂമിൽ തന്നെയാണ്, എങ്ങും പോകുന്നൊന്നുമില്ല. അപ്പം ഇന്നിവിടെ എന്തൊക്കെ നടക്കുന്നത്, ഇന്നത്തെ റൂമിലെ കാര്യങ്ങളായിരിക്കും വ്ളോഗിനകത്ത് വരുന്നത്. ഇപ്പം ഞാൻ വീട്ടിലാണുള്ളത്. രാവിലെ ഇപ്പോൾ എഴുന്നേറ്റ്, ഇപ്പം സമയം 7 മണിയായിട്ടുണ്ട്, 7:30 ആയിട്ടുണ്ട്. അപ്പം രാവിലെ ഉണർന്നു. ഇനിയിപ്പം എന്താ പറയുക, വർക്ക് ഫ്രം ഹോം ആണ്. രാവിലെ വെച്ച് കുറച്ച് ചൂടുവെള്ളം കുടിക്കണം. ഞാൻ ഫ്ലാസ്ക് മുതൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാവും. എണ്ണിക്കുമ്പോഴേക്ക് ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. നിങ്ങളൊരു ചായ കാണിച്ചു തരാം. സംഭവം ഇംഗ്ലീഷ് ടീ ആണ്. യൂഷ്വലി ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ ഓഫീസിൽ പോയാലും അവിടെ ഉണ്ടാക്കിയാണ് ഞാൻ ഇത് പഠിച്ചത്. സത്യം പറഞ്ഞത് സംഭവം നമുക്ക് ഉണ്ടാക്കാൻ എങ്ങനെയായാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതൊരെണ്ണം കുടിക്കും. കാരണം നമ്മളിത് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങളെ കാണിച്ചിരുന്നത് എങ്ങനെ പരിപാടി. ഇത് ഭയങ്കര ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. പക്ഷെ ഇത് വാട്ട ചായയാണ്, നല്ല രുചിയൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ ഞാനിത് പിടിച്ചത് എനിക്ക് ശീലമായി. ഇതിപ്പോ ഇവിടെ ചൂടുവെള്ളം ആയിട്ടുണ്ട്. ഇപ്പൊ ചൂടുവെള്ളം ആയപ്പോൾ നമ്മൾ ഞാനാണെങ്കിൽ സ്ട്രോങ് ആണ് കേട്ടോ, നമ്മൾ സ്ട്രോങ്ങിന്റെ ആളാണ്. അപ്പൊ ഞാൻ 2 ടീ ബാഗ് എടുത്തിരുന്നത്. ഓക്കെ, രണ്ട് ടീ ബാഗ് ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിനകത്തോട്ട് ഇതങ്ങോട്ട് ചൂട് വെള്ളം അങ്ങോട്ട് ഈ ടീ ബാഗിന്റെ മുണ്ടയ്ക്കോട്ട് അങ്ങോട്ട് ഒഴിക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയും റെഡിയായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചായ എടുത്ത് മണ്ടക്കിങ്ങനെ, ചായ അല്ല, ഇത് പാലാണ്. നമുക്കിങ്ങനെ ഇത് സ്കിംഡ് മിൽക്ക് നമുക്കിങ്ങനെ വാങ്ങിക്കണം. ഹോൾ മിൽക്കാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. നമ്മൾ യൂഷ്വലി ഹോൾ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഹോൾ മിൽക്ക് ഇത് ഇങ്ങോട്ട് വാങ്ങിക്കാണ്ട് ഇത് അടിപൊളി കേട്ടോ. ഇത് അത്യാവശ്യം നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന ഇതാണ് ഹോൾ മിൽക്ക്. അപ്പോൾ ഇത് അങ്ങോട്ട് വാങ്ങിച്ചാണ്ട് ഇതിപ്പോൾ കണ്ട് ഈ ഒരു ലെവലായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ സ്പൂൺ ഇടുക, എന്നിട്ട് നൈസായിട്ടൊന്ന് ഇളക്കുക, എന്നിട്ട് ടീ ബാഗ് ഇതങ്ങ് എടുക്കുക. ടീ ബാഗ് എടുത്ത് നമുക്ക് കളഞ്ഞു. ഓക്കെ, സെറ്റ്. ഇപ്പം നമ്മുടെ സംഭവം ചായ റെഡിയാണ്ട, ചായ റെഡിയായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ചായ റെഡിയായ സ്ഥിതിക്ക് കുറച്ച് ഷുഗർ എടുക്കുക. ഇപ്പം ഞാൻ കുറച്ച് ഷുഗറൊക്കെ കുറച്ചിട്ടുണ്ട്. ഷുഗർ എടുക്കുക, ഇട്ട് കറക്കുക. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് മക്കളെ. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് ടീ. എന്തൊരു സ്പീഡിന് ഉണ്ടാക്കിയാണ്ടോ, കഴിഞ്ഞ പരിപാടി കണ്ടോ, ഇത്ര ഈസിയാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ സംഭവം പ്രിഫർ ചെയ്യുന്നത്, എപ്പോഴും പെട്ടെന്ന് കുടിക്കാൻ. കാരണം ഒന്നാമത്തെ പെട്ടെന്ന് പരിപാടി നടക്കണ്ടോ. നമ്മുടെ ചായ റെഡി ആയിട്ടാ. 8 മണിയായി. ഞാനിപ്പോൾ ഓഫീസ് ലാപ്ടോപ്പൊക്കെ ഓണാക്കി എല്ലാം സെറ്റ് ആയതുകൊണ്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഓഫീസ് ലാപ്ടോപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഹെഡ്ഫോണൊക്കെ എടുത്ത് വെച്ച് രാവിലെ ഒരു ടീം മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം ഇന്നത്തെ പരിപാടി എന്തോന്ന് അറിയാൻ. അപ്പോൾ ഇപ്പോൾ സമയം 8 മണിയായി. ലോഗിൻ ചെയ്യേണ്ട സമയമായി. ഞാൻ ഇതുവരെ ലോഗിൻ ചെയ്തിട്ടില്ല, ലേറ്റായി. എന്താ പറയുക, അപ്പം എന്തായാലും നമുക്ക് ലോഗിൻ ചെയ്യാം. എന്നിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. എന്താണ് മിക്കവാറും വലിയ സീനൊന്നും ഉണ്ടാവില്ല. രാവിലെ കുറച്ച് മീറ്റിംഗ് ഉണ്ടാവും, പിന്നെ മാനേജേഴ്സിൻ്റെ ട്രെയിനിങ് ഉണ്ടാവും, എന്തെങ്കിലും പരിപാടിയൊക്കെയാണ്. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇന്ന് എനിക്ക് ട്രെയിനിങ് ഉണ്ട്, പിന്നെ മീറ്റിംഗ് ഉണ്ട്, പിന്നെ എന്താ പറയുക, അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പം വർക്ക് ഫ്രം ഹോം ആണ്, വീട്ടിൽ തന്നെയാണ്. മേഘ ഇവിടെ ഇല്ല, അവള് ഷിഫ്റ്റ് പോയപ്പോഴാണ്. അവള് കുറച്ച് കഴിയുമ്പോൾ വരും, 9 മണിയാകുമ്പോഴത്തേക്ക് വരും. നൈറ്റ് ഷിഫ്റ്റ് പോയപ്പോഴാണ്, 9 മണി 10 ആകുമ്പോഴത്തേക്ക് വരും. അപ്പം നമുക്ക് ഗൈസ് അങ്ങനെ ഒരു നൈസ് മസാല ഷോൾ ഉണ്ടാക്കി. അപ്പം അത് ഇനിയിപ്പോൾ കഴിക്കണം. ഇതാണ് ലഞ്ച്. ഇതിപ്പോൾ കഴിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി രാവിലെ ഒരെണ്ണം കഴിച്ച് സ്റ്റാഫ് കഴിഞ്ഞു. 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്കാണ്, ഹാഫ് ആൻ അവർ. അപ്പോൾ ഈ ബ്രേക്കിൻ്റെ ടൈമത്ത് നൈസായിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഷൂട്ട് ചെയ്യാനാണ്. എന്താ പറയുക, ഇനിയിപ്പം ഇതിപ്പം ഒരു എക്സ്ട്രാ ഒരു ദോശയും കൂടി ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞ്, അപ്പോൾ അതും കഴിച്ചിട്ട് ഇനിയിപ്പം ഇനിയൊരു സെക്കൻഡ് ഹാഫ് ഒരു 4:30, അതായത് 4:30 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 4:30. അപ്പോൾ 4:30 ആകുമ്പോൾ നമ്മുടെ ഷിഫ്റ്റ് കഴിയും, പിന്നെ ഫ്രീ ആണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ റൂമൊക്കെ കേട്ടോ. ഇത് അവിടെ ഇരുന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട് ഹോൾ ഇതൊക്കെയാണ്. ഇതാകുമ്പോൾ ഒരു നല്ല ലൈറ്റൊക്കെയാണ്. രാവിലെ നല്ല വെട്ടം ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് നല്ല വൈബാണ്. അപ്പം ഞാൻ ഇങ്ങനെ വെട്ടമൊക്കെ കണ്ട്, പിന്നെ ഇവിടെ ഇപ്പം സമ്മറാണ്. ഇപ്പം സമ്മർ ആയതുകൊണ്ട് തന്നെ നൈറ്റൊക്കെ ആവാൻ കുറച്ച് ഡിലേ ആണ്. ഡിലേ ഇൻ സെൻസ് ലൈക്ക് കുറച്ച് സമയം എടുക്കും രാത്രിയാവാൻ. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഇരുട്ടുന്നത്. പിന്നെ ഈ പറഞ്ഞ ഈ റൂമൊക്കെ ഇങ്ങനെ പക്കയാക്കി വെച്ചേക്കുന്ന മേഘയാണ്, അവളുടെ കരവരുതാണ് ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. ഈ പറയുന്ന ഈ TV വാങ്ങിച്ചതും ഈ ഫുൾ A to Z കാര്യങ്ങൾ, ഈ പറയുന്ന ബാക്കിലൊക്കെ ഈ കാണുന്ന ഇതെല്ലാം ടെമൂന്നൊക്കെ വാങ്ങിച്ച് ഡിസൈനൊക്കെ ചെയ്തേക്കുന്ന അവളാണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഹോള്. പിന്നെ ഞാൻ എന്തായാലും ഒരു ഹോം ടൂർ ചെയ്യാം. ഇപ്പം അതിനുള്ള സമയമില്ല. അപ്പോൾ ഹോം ടൂർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എന്താ പറയുക, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം എന്തായാലും നമുക്ക് മസാല ദോശ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബ്രേക്കിന് സൈൻ ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ വരുന്നതായിരിക്കും. പിന്നെ അതാണ്ട് ഇവിടെ വർക്ക് ചെയ്തന്നെ കാണിച്ചു. അതാണ് ലാപ്ടോപ്പൊക്കെ അവിടെ തന്നെ വെച്ച് ഞാനിപ്പം ഇനിയിപ്പം ഞാനിരുന്ന് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് അടിക്കാം. അപ്പോൾ ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് എന്താ പറയുക 4:30 ആകുമ്പോഴത്തേക്ക് പരിപാടി കഴിഞ്ഞ്. ഇപ്പോൾ അവള് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ എന്താ പറയുക ഒന്ന് പുറത്തുനിന്ന് പോയിട്ട് ഫുഡൊക്കെ അടിക്കാന്ന് വെച്ചു. ഇവിടെ അറിയുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്, അവിടെ പോയിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ അടിക്കാം. ഒന്നുമില്ലെങ്കിൽ കുറച്ച് പൊറോട്ട എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലേ.
അപ്പൊ അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. ഷൂസ് ഇട്ടായി. അപ്പൊ എന്ത് ചെയ്യാ പോവല്ലേ? അപ്പൊ നമ്മള് ഫുഡ് അടിക്കാൻ പോവാണ്. അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറ്റുമെങ്കിൽ നോക്കട്ടെ. അത്യാവശ്യം നല്ല റെസ്റ്റോറന്റ് ആണ്, പോയി കാണാം. ಒಬ್ರು ಮದುವೆ 5 ಕಸಿನ್ಸ್ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡೆ ಸಾಕೊಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. സൂവിസ് വന്നല്ലോ ಸಿಗುತ್ತೇನല്ലേ അല്ല സൂവിസ് വന്നല്ലോ അങ്ങനുണ്ട്. ഫുഡ് മെബിനെ എടുത്താലോ. മെബിന് ഹായ് പറ. എത്തി. അപ്പൊ സമയം ഇപ്പൊ രാത്രി 10 മണിയായി. അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ പോയി എഡിറ്റ് ചെയ്യാം. ഇന്നെടുത്ത വീഡിയോസ് കുറച്ച് എഡിറ്റ് ചെയ്യാറുണ്ട്, അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് വ്ളോഗ്. ഓക്കെ, ഫസ്റ്റ് വ്ളോഗ് എന്ന് വെച്ചാൽ ആഫ്റ്റർ എ ലോങ് ടൈം. ഒരുപാട് നാളിന് ശേഷമാണ് വ്ളോഗ് വരുന്നത്. അപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ബേസിക്കലി ആരെങ്കിലും ഒരു കമൻറ്റൊക്കെ ഇങ്ങനെ ഇടുക, അപ്പോൾ നമ്മൾ കമൻറ്റൊക്കെ റീഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ പതുക്കെ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ. അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും കേട്ടോ. നോക്കാം കേട്ടോ, മാക്സിമം ട്രൈ ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ 8 മണി ഇന്ത്യൻ ടൈം, അതാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇന്ന് പോയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇനി കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. എല്ലാം എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പരിപാടിയൊക്കെ ഒന്ന് കുറച്ച് കളറാക്കിയിട്ട് എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ എയർ ചെയ്യുന്നതായിരിക്കും. കണ്ടോ സമയം നോക്ക്. അപ്പോൾ സൈൻ ഔട്ട് ചെയ്യാണ്. ക്ലൈമറ്റ് ഉണ്ടോ? ക്ലൈമറ്റ് എന്ന് വെച്ചാൽ വെതർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ രാത്രി 10 മണിയായിട്ടുണ്ട് കേട്ടോ. ഒരു വ്യത്യാസമില്ല. കണ്ടോ പറയാ, ഇതാണ് ഇവിടെ. ഇനി രാത്രിയൊന്നുമില്ല. ഇനിയിപ്പോൾ സമ്മർ എന്ന് പറഞ്ഞാൽ ഫുൾ ഓൺ. വരുന്ന വഴിക്ക് ഞങ്ങൾ ഡാൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് റീലൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ മതി. ഞങ്ങൾ റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടോ? ഫുള്ള് വെട്ടല്ലേ കാണാ. ഇപ്പൊ സമയത്ര അറിയോ? 10 മണിയായി. അപ്പൊ നാളെ രാവിലെ 8 മണിക്കായിരിക്കും വ്ളോഗ് വരുന്നത്. നിങ്ങൾ എല്ലാം കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പീസ്.